ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐസ് ലോലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. മാത്രമല്ല ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും തന്നെ വേണ്ട, വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന പാൽ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിലാണ് നല്ല കൊഴുപ്പുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കിട്ടത്തുള്ളൂ. ഇനി ഒരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ റവ. ഇത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ റവയ്ക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഇച്ചിരി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒരു 1/4 കപ്പ് വരുന്ന രീതിയിലുള്ള പാൽ ഒഴിച്ച് ഈ റവയൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാല് ഈ ഒരു പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ പാലൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെയാണ് കേട്ടോ, കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിനാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ മിക്സ് ചെയ്യാം. നമ്മളെല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിന് മുൻപ് ഇത് വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഐസ് ലോലി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം കുഞ്ഞുങ്ങൾക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ റവ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റവ വെച്ചിട്ട് ക്രീമൊന്നും ചേർക്കാതെ നല്ല സ്വാദം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ് ലോലി തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പാലിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം നമുക്ക് ലോവിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതൊന്ന് നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചതുകൊണ്ട് റവ എല്ലാം താഴെ അടിഞ്ഞു കിടക്കും പാത്രത്തിൻ്റെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിങ്ങനെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്കൊരു ഒത്തിരി കുറുകി വരുമൊന്നും വേണ്ട, ഞാനത് കാണിക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എസൻസ് ഓപ്ഷണലാണ്. പിന്നെ ഐസ്ക്രീം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു എസൻസ് വേണം. അതായത് ഇപ്പം വാനില എസൻസ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിയുടെ എസൻസോ അല്ലെങ്കിൽ പിസ്റ്റായുടെ എസൻസോ, അല്ലെങ്കിൽ ഇതൊന്നുമില്ല ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കയുടെ കുരു അല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തതുകൊണ്ട് ഈ പാലിൻ്റെ കൊഴുപ്പെല്ലാം ഈ സൈഡിൽ ഇതുപോലെ അങ്ങ് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒന്ന് വടിച്ചെടുക്കണം. പിന്നെ ഇതെങ്ങനെയായി എന്നറിയാനായിട്ട് ഇത് റവയുടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തരികളായിട്ട് ഇങ്ങനെ കിടക്കും. റവ വെന്ത് നല്ല മണിമണികളായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ലൂസൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, നമ്മളത് മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. അപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ മാറ്റി വെച്ച് ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഇതവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അത് പാടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടത് കൊണ്ട് പാടൊരു പ്രശ്നമൊന്നുമല്ല, അതങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഈ പാത്രത്തിൻ്റെ അരുവത്തു നിന്നൊക്കെ ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ പാടം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ഇതൊന്ന് നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തണുപ്പിക്കേണ്ട, കാരണം നമുക്കിത് ഒരു തവണയും കൂടെ മിക്സിയിലൊന്ന് അടിക്കേണ്ടതുണ്ട്. എങ്കിലാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ടും നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ, ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതല്ല ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ മൂടികയുള്ള ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂടിക വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഫ്രീസറിനകത്ത് വെക്കാം. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രീസറിനകത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് സെറ്റായിട്ടുണ്ടെന്ന്, പക്ഷേ ഇല്ല. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല എന്താ പറയുക, ഇച്ചിരി കുറച്ച് തണുപ്പും അല്ലെങ്കിൽ കുറച്ച് കട്ടിയായിട്ടും ഇച്ചിരി ലൂസൊക്കെ ആയിട്ടാണ് ഇരിക്കുക. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ആദ്യമേ തന്നെ നമ്മളിതൊരു ഐസ്ക്രീം പോലെ മിക്സിയിലൊന്നും അടിക്കാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിലോട്ടൊന്ന് മാറ്റി ഒഴിക്കാം.
ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കുക. ഏതെങ്കിലും ഒന്ന് ചേർക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഓപ്ഷണലാണ്. ഇതല്ലാതെ തന്നെ ഇത് നല്ല സ്വാദ് തന്നെയാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ മിക്സിയിൽ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു ഐസ് ലോലി ആയതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മേലത്തെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഈ ഒരു പോപ്സ്റ്റിക്ക് പോലത്തെ സംഭവം ഞാൻ എടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്കോബാറൊക്കെ കഴിക്കുമ്പോൾ കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ സ്റ്റിക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈബേയിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതുപോലെ ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. ഞാനിപ്പോൾ അതങ്ങനെ കുറച്ചങ്ങ് മാറ്റി മേടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മുടെ ഈ ഐസ് ലോലിയുടെ മോൾഡിലോട്ട് ഒന്ന് ഒഴിച്ചേക്കണം. ഇനി അടുത്തത് ഞാൻ ഇതൊന്ന് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിന് ചെറിയൊരു വരയിട്ട് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പോപ്സ്റ്റിക്ക് ഇതൊരു ഐസ്ക്രീമിലോട്ട് ഇറക്കി വെക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വരഞ്ഞ ഭാഗത്തോട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും, താഴെ അത് മുട്ടും. അതിൻ്റെ നമ്മൾ ഇറക്കിയിട്ടുള്ള ഭാഗം താഴെ മുട്ടുന്നത് വരെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസ് ചെയ്യാം. അപ്പോൾ അതവിടെ ഒരു 7.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഫോയിൽ പേപ്പർ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനതൊന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഐസ് ലോലി ഇവിടെ റെഡിയാണ്. ഇത് റവ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഇങ്ങനെ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം എടുക്കുക. അതിനകത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളം, വളരെ കുറച്ച് ചൂടുവെള്ളം, ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഇതിനകത്ത് ഒരു പാത്രത്തിനടുത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു മോൾഡ് ഇറക്കി വെക്കാം. ഒത്തിരി നേരം ഒന്നും ഇറക്കി വെക്കേണ്ട. ഞാൻ പക്ഷേ അതങ്ങ് വെച്ച് മാറിപ്പോയി. ഇച്ചിരി നേരം ഞാനൊന്ന് മാറിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിന് താഴെയുള്ള സമയം വെച്ചാൽ മതിയാവും. ഞാൻ പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഇച്ചിരി സമയം ഞാൻ എൻ്റെ കണ്ണ് മാറിയതുകൊണ്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഞാൻ എടുക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു താഴത്ത് വെള്ളത്തിലിരുന്ന ഭാഗം കണ്ടോ, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബദ്ധം കാണിക്കരുത്. അടുത്ത് തന്നെ വെക്കുക. ഒരു 30 സെക്കൻഡോ 40 സെക്കൻഡോ മാത്രം ഒന്ന് വെച്ചാൽ മതി. ഇനി എന്നിട്ടൊന്ന് വലിച്ചൂരെടുക്കുക. നല്ല സൂപ്പർ ആയിട്ടുള്ള ഐസ് ലോലി ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രീമുകളൊന്നും പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത വീടുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐസ്ക്രീമാണ്. ഇപ്പോൾ ഇത് ഐസ്ക്രീം ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഇത് തന്നെയാണ്, പക്ഷെ നമ്മൾ സെർവ് ചെയ്യുന്ന രീതി വേറെയാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.